എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ജയകരമായ ജീവിതം. എന്നും പരാജയം പരാജയം പരാജയമെന്ന് കൺമുമ്പിൽ വെളിപ്പെടുന്ന സംഭവങ്ങൾ മനുഷ്യ മനസ്സുകളെ ഇടിച്ചു താഴോട്ടിടുമ്പോൾ വചനം നിങ്ങൾക്കൊരു ഉറപ്പ് തരുമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്നത്തെ വചനം. 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. നാം ഈ ലോകത്തിൽ പാർക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്. പക്ഷെ വചനം നമ്മളോട് പറയുക, ആ കഷ്ടത്തിൽ നിങ്ങൾ ഒതുങ്ങാതെ ധൈര്യപ്പെടുവീൻ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കർത്താവ് ജയിച്ച കർത്താവ്. ജയിച്ചവനെ കാണുമ്പോൾ, ജയിച്ചവനോട് സംസാരിക്കുമ്പോൾ, ജയിച്ചവന്റെ കൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എല്ലാ തോൽവിയും മറക്കും. യേശുവിനോട് കൂടെ നീ യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ തോൽവികളെയും നീ മറന്ന് ജയിക്കും എന്നൊരു ഉറപ്പ് നിന്റെ അകത്തുണ്ടാകും. ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിനക്ക് ഉറപ്പ് തരികയാണ്, ഒരിക്കലും ജയിക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ പോലും വിചാരിച്ച വിഷയത്തിനകത്ത് നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരിക. അതൊരു ബിസിനസ് ആയിരിക്കാം, കുടുംബജീവിതമായിരിക്കാം, ആരോഗ്യപരമായ പ്രശ്നമായിരിക്കാം, ഫ്യൂച്ചർ വഴികളെ കുറിച്ചുള്ള, ഭാവിയെ കുറിച്ചുള്ള വഴികളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, താമസിക്കാതെ നിനക്കൊരു ജയമുണ്ട്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിലുണ്ട്. നിന്റെ കൂടാരത്തിനകത്ത് ജയകരമായ ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് തരാൻ പോകും. ഇവിടെ വചനം തരുന്ന ഒരു ഉറപ്പ് കേട്ടേ, നിങ്ങൾക്ക് ജയമുണ്ട്, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടണം. നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന കർത്താവ് ജയാളിയാണ്. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുഴുവൻ ജയവും ക്രിസ്തു മുഖാന്തരമാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരു ജയം ഈ ദിവസങ്ങളിൽ വേണം. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ജയിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായിട്ട് നിന്റെ മക്കൾ കർത്താവിന്റെ മുമ്പിൽ വരികയാണ്. അവർക്ക് അത്ഭുതകരമായ ഒരു ജയം കൽപ്പിക്കണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം, ബന്ധനങ്ങൾ അഴിയണം, വഴികൾ തുറന്നു വരണം, അത്ഭുതങ്ങൾ നടക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു ജയമുണ്ട്, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. God bless you.